കഴിഞ്ഞ സെഷനിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കോർപ്പറേറ്റ് ടാക്സിൽ ഫയലിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് റീഡ് ദ എബോവ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഗൈഡ് ലൈൻസ്. ഇത് ക്ലിക്ക് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മളെ ഒരു രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞു 5 ടാബുകളാണ് ഉള്ളത്. എൻറ്റിറ്റി ഡീറ്റെയിൽസ്, ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽ, കോൺടാക്ട് ഡീറ്റെയിൽ, ഓതറൈസ് സിഗ്നറ്ററി, റിവ്യൂ ആൻഡ് ഡിക്ലറേഷൻ. അപ്പോൾ ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള റിക്വയർഡ് ഡോക്യുമെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഫേമിൻ്റെ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ എൻറ്റിറ്റി ഡീറ്റെയിൽസ്, ഇവിടെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നാച്ചുറൽ പേഴ്സൺ, ലീഗൽ പേഴ്സൺ, ഫോറിൻ ബിസിനസ്, ഇങ്ങനെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. നിങ്ങളിതിൽ ഏത് തരത്തിലുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ലീഗൽ പേഴ്സൺ ഇൻകോർപ്പറേറ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ ലീഗൽ പേഴ്സൺ ഇൻകോർപ്പറേറ്റഡ് എന്ന് ഇവിടെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പബ്ലിക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണോ ഫൗണ്ടേഷൻ ട്രസ്റ്റാണോ എന്താണെന്നുള്ളത് ഞാൻ UAE പ്രൈവറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കമ്പനിയാണ് എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇതിന് ശേഷം ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് 1/3 ഓക്കെ 1/3/2022 നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇവിടെ കൃത്യമായിട്ട് എഴുതിയേക്കാം. ആർ യു എ ക്വാളിഫയിങ് പബ്ലിക് ബെനിഫിറ്റ് എൻറ്റിറ്റി? പബ്ലിക് ബെനിഫിറ്റ് എൻറ്റിറ്റി ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്തു പോകാം. അതിന് ശേഷം നമ്മളിവിടെ ഇങ്ങോട്ടേക്ക് നമ്മളെ കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഫയൽ ഇവിടെ ഒന്നുകിൽ ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. മാക്സിമം സൈസ് 15 MB ആണ്. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞാണ്. PDF ഡോക് ഫയലുകളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. 3 ഫയലുകൾ മാത്രമായിരിക്കും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റാം. ഇനി ഒന്നിലധികം പേജസുകൾ നമുക്കുണ്ടെങ്കിലും അത് കംപ്രസ് ചെയ്തിട്ട് ഒറ്റ പേജാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇൻകോർപ്പറേഷൻ ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾറെഡി എൻ്റെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രേഡ് ലൈസൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ട്രേഡ് ലൈസൻസ് ഞാൻ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാണ്, അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, ട്രേഡ് ലൈസൻസ് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ട്രേഡ് ലൈസൻസ് കോപ്പി അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇതാണ് ഇവിടെ അപ്ലോഡ് ചെയ്യണത്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. സോ ആ ഒരു ഫയൽ ഇതിനകത്തേക്ക് അപ്ലോഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ 3 ഫയൽ മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് പീരീഡ് ഏതാണോ നമ്മുടെ ടാക്സ് പീരീഡ് അത് സെലക്ട് ചെയ്യാം. എൻ്റെ ജനുവരി ടു ഡിസംബർ ആണ്. ഞാൻ ജനുവരി ടു ഡിസംബറിൽ നിന്ന് എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് കോർപ്പറേറ്റിൻ്റെ ടാക്സ് സ്റ്റാർട്ട് പീരീഡ് 1/1/2024, 31/12/2024 ഇതാണ് പീരീഡ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. ഈ രീതിയിലാണ് കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എൻറ്റിറ്റി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏത് തരത്തിലുള്ള എൻറ്റിറ്റിയാണ്, ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ സബ് ടൈപ്പ് എന്തൊക്കെയാണ്, ഏത് രാജ്യത്ത് ബിലോങ് ചെയ്തിട്ടാണ്, അതിൻ്റെ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, ക്വാളിഫൈങ് പബ്ലിക് എൻറ്റിറ്റി ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. നമ്മുടെ ഫയൽ കൃത്യമായിട്ട് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് പീരീഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡും എൻഡിങ് പീരീഡും ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ സക്സസ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ളത് 4 പാർട്ടാണ്. ഈ 4 പാർട്ടും ഓരോന്നായിട്ട് ഓരോരോ സെഷനിലായിട്ട് നമുക്ക് പഠിക്കാം.